ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് നെറ്റ്വർക്കിങ്ങിനെ പറ്റിയിട്ടായിരുന്നു. ഓക്കെ, അപ്പം നെറ്റ്വർക്കിങ്ങിന്റെ കുറെ ബേസിക്കും കുറച്ച് റിക്വയർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. CADR എന്താണ്, എപ്പോഴും നമ്മളൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പം CADRന്റെ പറ്റിയൊരു ധാരണ ഉണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ CADRൽ അടങ്ങിയിരിക്കുന്നത് സൈസും, അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന എത്ര IP സൈസ്, അങ്ങനത്തെ ഒരു വാല്യൂ അതിനകത്ത് ഉണ്ടാവും. അതേപോലെ ഏത് IP റേഞ്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിന്റെ സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ് IP അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇതൊരു CADRന്റെ എക്സാമ്പിൾ ആണ്. അതായത് ഈ സ്ലാഷ് വാല്യൂ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് CADR അല്ലെങ്കിൽ അഡ്രസ് സ്പേസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് ആ വാല്യൂ കിട്ടുന്നുള്ള ഒരു കാൽക്കുലേഷൻ ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. 2⁴ എന്നൊക്കെയുള്ള ഇക്വേഷൻ ഒക്കെ നമ്മൾ കണ്ടു. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, പിന്നെ കുറെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, പിന്നെ നമുക്ക് ഇന്ന് പോർട്ടലിലേക്ക് പോയിട്ട് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ മുന്നേ ഒരു ചെറിയ പോയിന്റും കൂടെ നമുക്ക് പറഞ്ഞിട്ട് അതിനകത്തേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ സംസാരിച്ചത് അഡ്രസ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതേപോലെ എന്താ പറയാ, എത്ര റേഞ്ച്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അതിനെ റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് ഒരു പോയിന്റ് പറയാനുള്ളത്. ആ പോയിന്റ് പേര് സബ്നെറ്റിംഗ് എന്നാണ്. ഓക്കെ, സബ്നെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത് തന്നെയാണ് സംഭവം. സെയിം നമ്മൾ CADR കൊടുക്കുന്നതിനെ തന്നെയാണ് സബ്നെറ്റിംഗ് എന്ന് പറയാം. പക്ഷേ ആ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ തന്നെ ഒരു സബ് ആയിട്ട് ഒരു നെറ്റ്വർക്ക് കൊടുക്കുന്നതിന്, CADR കൊടുക്കുന്നതിന്. ഓക്കെ, അതായത് നമ്മൾ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മളിപ്പം ഓഫീസ് നെറ്റ്വർക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അതേപോലെ പ്യുവർ നെറ്റ്വർക്കിംഗ് കോൺസെപ്റ്റ് പഠിച്ചു. സെയിം സംഭവം തന്നെയാണ് നമ്മൾ ക്ലൗഡിലും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു നെറ്റ്വർക്കിന് VNet എന്ന് എന്തെങ്കിലും പേര് കൊടുക്കുക. ഓക്കെ, VNet 1 എന്നോ വാട്ട് എവർ ഇറ്റ് മേ ബി. നമ്മുടെ ക്ലൗഡിൽ അഷ്യൂറിൽ നമ്മൾ നെറ്റ്വർക്കിന് പറയുന്ന പേര് എന്താണ്? വെർച്വൽ നെറ്റ്വർക്ക്. ഓക്കെ, നമ്മൾ അഷ്യൂറിൽ നെറ്റ്വർക്കിന് പറയുന്ന പേര് വെർച്വൽ നെറ്റ്വർക്ക് എന്നാണ്. നമ്മൾ ഓൺ പ്രമിസിലൊക്കെ നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയില്ല, അതേ സംഭവം തന്നെ. പക്ഷേ ക്ലൗഡിൽ പോകുമ്പോൾ വെർച്വൽ നെറ്റ്വർക്ക് എന്ന് പറയും. ഓക്കെ, AWS-ലാകുമ്പോൾ അവന്മാരിട്ടിരിക്കുന്ന പേര് VPC എന്നാണ്, വെർച്വൽ പ്രൈവറ്റ് ക്ലൗഡ്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പേരുണ്ട്. അഷ്യൂറിൽ പറയുന്നത് വെർച്വൽ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പം ഈ നെറ്റ്വർക്കിന് എൻ്റെ റിക്വയർമെന്റ് ഒരു 200 IP ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നിയർ ബൈ ഏതാണ് നമുക്കുള്ളത്? 200 ആണെങ്കിൽ നമുക്ക് നിയർ ബൈ ഏത് സൈഡർ ഉപയോഗിക്കാം? ഫോർ എക്സാമ്പിൾ 192 ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഏത് സൈഡർ എനിക്ക് ഉപയോഗിക്കാം? /24 ഉപയോഗിച്ചാൽ 256 കിട്ടും. അപ്പോൾ 200 സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 200 തന്നെ എക്സാക്ട് വാല്യൂ നമുക്ക് കിട്ടില്ല. അതിന്റെ നിയർ ബൈ ആയിട്ടുള്ള ഏതാണോ അതിലേക്ക് പിടിച്ചിട്ട് അതിന് കൊടുക്കുക, ആ ഒരു CADR വാല്യൂ കൊടുക്കുക. അപ്പോൾ 24 കൊടുക്കാൻ കാരണം ഇതിന് 256 IP കിട്ടുന്നതിനെ കൊണ്ടാണ്. ഓക്കെ, പിന്നെ 23 പോയാൽ ഭയങ്കര കൂടിപ്പോകും, അതായത് അതൊരു 512 പോകും. അതേപോലെ 25 ആണെങ്കിൽ അത് നേരെ എത്രയായി പോകും? 128 ആവുള്ളൂ. 128 നമുക്ക് 200 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പം അതിനോടൊരു മാച്ചബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ഞാൻ /24 എടുത്തത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ മെയിൻ നെറ്റ്വർക്ക്. ഓക്കെ, ഇതാണ് എൻ്റെ മെയിൻ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ VNet, വെർച്വൽ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഡേ 1 മുതൽ വെർച്വൽ മെഷീനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, നമ്മൾ ഡേ 1 മുതൽ വെർച്വൽ മെഷീനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻഡയറക്ട്ലി എന്ത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു? VNet യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻഡയറക്ട്ലി നമ്മൾ VNet യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ VNet-നകത്ത് നമുക്ക് നേരിട്ട് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം നിങ്ങൾക്കറിയാം, ജസ്റ്റ് ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ പേര് കൊടുത്തു, ഡീറ്റെയിൽ ഒക്കെ കൊടുത്തു, പാസ്വേഡ്, യൂസർ നെയിം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ആ VNet-നകത്ത് പ്ലേസ് ചെയ്യാം. എൻഡ് ഓഫ് ദി ഡേ VNet വേണം, പക്ഷേ VNet-നകത്ത് നേരിട്ട് നമുക്ക് അതിനകത്ത് കൊണ്ടുപോയിടാൻ കഴിയില്ല. VNet-നുള്ളിൽ ഒരാളും കൂടി വേണം. ആരാണ്? ഒരു സബ്നെറ്റും കൂടെ വേണം. VNet ഇവിടെ ഉണ്ട് ഓൾറെഡി, മാൻഡേറ്ററി ആണ്, അത് നമുക്ക് ഇവിടെ കൊടുക്കാം. അതേപോലെ ആരും കൂടെ വേണം? സബ്നെറ്റും കൂടെ വേണം. സബ്നെറ്റും മാൻഡേറ്ററി ആണ്. ഓക്കെ, VNet-ഉം സബ്നെറ്റും മാൻഡേറ്ററി ആണ്. അപ്പം VNet-നകത്ത് വരുന്ന ഒരാളാണ് ആര്? സബ്നെറ്റ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇങ്ങനെ ഒരു VNet സ്വാഭാവികമായിട്ടും ക്രിയേറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ റിസോഴ്സ് ഇരിക്കുന്നത് അതിനകത്താണ്. നമ്മൾ റിയൽ വെർച്വൽ മെഷീൻ ഇരിക്കുന്നത് ഇതിനകത്താണ് സബ്നെറ്റിനകത്താണ്. അറ്റ്ലീസ്റ്റ് ഒരു സബ്നെറ്റെങ്കിലും എന്ത് വേണം? ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ നമുക്ക് പ്ലേസ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ റിസോഴ്സസ്, വെർച്വൽ മെഷീൻ എന്ന് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു, പക്ഷേ എൻഡ് ഓഫ് ദി ഡേ റിസോഴ്സ്, നമ്മുടെ VM അല്ലെങ്കിൽ ഒരു റിസോഴ്സ്, ഇപ്പോൾ ലോഡ് ബാലൻസർ ആകാം, അല്ലെങ്കിൽ വെർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ് നമ്മൾ പിന്നീട് കാണുന്നതാകാം, SQL ഡാറ്റാബേസ്, എന്താണെങ്കിലും ഒരു VNet-നകത്ത് ഒരു സബ്നെറ്റിനകത്തേ അത് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്ട്ലി വെർച്വൽ നെറ്റ്വർക്കിനകത്ത് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് IP അസൈൻമെന്റ് വെർച്വൽ മെഷീനൊക്കെ കിട്ടുന്നത് സബ്നെറ്റ് എന്നാണ്. റിയൽ നോക്കുകയാണെങ്കിൽ സബ്നെറ്റ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു VNet ക്രിയേറ്റ് ചെയ്തു വിത്ത് ഈ CADR ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 സബ്നെറ്റ്
പ്ലാൻ. ഓക്കെ, നിങ്ങൾക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം, നോട്ട് എ പ്രോബ്ലം. നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തൊക്കെ ഡീഫോൾട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലോ. ഇവിടെ ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് വെർച്വൽ മെഷീൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡീഫോൾട്ട് ഒരു സബ്നെറ്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ ബാക്ക് എൻഡിൽ. ഓക്കെ, ഒന്ന് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, പക്ഷേ ഇനി നമ്മൾ അങ്ങനെ ചെയ്താൽ പോരാ. നമ്മൾ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ പ്രോപ്പർ നെറ്റ്വർക്കിംഗ് നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. എങ്ങനെ? ഒരു വിനെറ്റ് ക്രിയേറ്റ് ചെയ്യുക, മൾട്ടിപ്പിൾ സബ്നെറ്റോ വാട്ടെവർ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ, വീണ്ടും ഞാൻ ആ പോയിന്റ് പറയുകയാണ്. സബ്നെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിനകത്തുള്ള ഒരു സബ് ഡിവിഷൻ ആണ്. അതായത് നമ്മൾ ആ നെറ്റ്വർക്കിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സബ്നെറ്റ് എന്ന് പറയുന്നത്. ഞാൻ അന്ന് ആ ക്ലാസ് മുറിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല. അതായത് എൻ്റയർ സ്കൂളിനെ നിങ്ങൾ എന്തായിട്ട് കാണുക? സ്കൂൾ അല്ലെങ്കിൽ കോളേജിനെ നിങ്ങൾ എന്തായിട്ട് കാണുക? നെറ്റ്വർക്ക് ആയിട്ട് കാണുക. അതിനകത്തുള്ള ക്ലാസ്സസ് അല്ലെങ്കിൽ ഓരോരോ റൂംസിനെയൊക്കെ സബ്നെറ്റ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് മെയിൻ നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പം /24 ആണ് ഞാൻ കൊടുത്തത്. ഓക്കെ, /24 ആണ് കൊടുത്തത്. /24 എത്ര IP ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് 256 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 256 IP ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം എൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് സബ്നെറ്റ് 1ന് 128 കൊടുക്കണം. എൻഡ് ഓഫ് ദി ഡേ ഹാഫ് ആക്കണം. ഈ 2 സബ്നെറ്റും നമ്മുടെ നെറ്റ്വർക്കിന്റെ IP-നെ ഹാഫ് ആക്കി വിടണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് സബ്നെറ്റ് എന്ത് CADR കൊടുക്കാം? അതായത് ഈ നെറ്റ്വർക്കിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് പറയാം. ഓക്കെ, വാല്യൂ നിങ്ങൾ പറയാം. ഇതിന്റെ ഫസ്റ്റ് എന്ത് കൊടുക്കാം നമുക്ക്? അതായത് എനിക്ക് ഈക്വൽ ആക്കണം. 2 സബ്നെറ്റും ഈക്വലി ഡിവൈഡ് ചെയ്യണം. നമ്മുടെ സബ്നെറ്റിനെ നെറ്റ്വർക്കിനെ ഡിവൈഡ് ചെയ്തിട്ട് 2 സബ്നെറ്റ് ആക്കുകയാണ്, അത്ര ഉദ്ദേശിക്കുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സബ്നെറ്റ് എനിക്ക് എന്ത് കൊടുക്കാം? 192.168.0.0/ നമ്മൾ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു. അതാണ് മേലെ ഇരിക്കുന്ന CADR. സബ്നെറ്റ് ആണെങ്കിൽ നമ്മൾ CADR തന്നെയാണ് കൊടുക്കേണ്ടത്. അതായത് ഈ സിസ്റ്റത്തിന് എന്തേ മനസ്സിലാവുള്ളൂ? CADR വാല്യൂ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അല്ലാതെ നമുക്ക് നേരിട്ട് 128 അല്ലെങ്കിൽ 100 IP അങ്ങനെയൊന്നും കൊടുക്കാൻ കഴിയില്ല നമുക്ക്. നമ്മൾ ഈ CADR വാല്യൂയിലൂടെയാണ് IP നമ്മൾ അസൈൻമെന്റും അതേപോലെ അഡ്രസ് അലൊക്കേഷൻ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും വെർച്വൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നോർമൽ നമ്മുടെ പണ്ട് മുതലേ ഓൺ പ്രൊമിസ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ IP-നെ ബന്ധപ്പെട്ടിട്ട് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന വാല്യൂ ഏതാണ്? CADR വാല്യൂ മാത്രമാണ്. CADR വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു വിത്ത് ഈ CADR. ഓക്കെ, നമുക്ക് ആ CADR-ന്റെ എത്ര IP എന്നൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജർ റിക്വയർമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു ആ നെറ്റ്വർക്കിനെ 2 ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്തേക്ക് എന്ന് പറഞ്ഞു നിങ്ങളോട്. ഓക്കെ, അപ്പൊ നിങ്ങൾ സബ്നെറ്റ് 1ന് എന്താണ് CADR കൊടുക്കുക? 25. കറക്റ്റ്, അതാണ് 128ന്റെ CADR കിട്ടുന്നത്. അതായത് ഇതിന്റെ സ്റ്റാർട്ടിങ് 0.0 മുതൽ ഇങ്ങനെ പോയി 25 കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആണ് പറഞ്ഞത്. ഈ സബ്നെറ്റ് 2ന്റെയും കൂടി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് CADR-ന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും. എന്താ ഇവിടെ കൊടുക്കുക? 25 തന്നെയാണ്, പക്ഷെ ആ ഒരു വാല്യൂ കൊടുക്കുന്നതിൽ ചെറിയ മാറ്റമുണ്ട്. 0.0/25 കൊടുത്താൽ 1.0 വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഓവർലാപ്പ് ആയി പോയില്ലേ? നമ്മൾ ഇവിടെ മേലെ വെച്ചിരിക്കുന്നത് 10 മാങ്ങയാണ്. ഓക്കെ, 10 മാങ്ങ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ 10 മാങ്ങയിൽ 5 ഇവിടെ കൊടുത്തു, 5 ഇവിടെ കൊടുത്തു. ഓക്കെ, നീ ഇപ്പം 1 ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എവിടുന്നോ വാങ്ങി കൊണ്ടുവന്ന പോലെയാവും. ഇതും തന്നെ ഈക്വലി നമ്മൾ ഡിവൈഡ് ചെയ്യണം. അല്ല, ബേസിക്കലി അതായത് ഇത് കുഴപ്പമില്ല. ഇത് ശരിക്കും ഫസ്റ്റത്തെ ഒരു ടൈമിൽ നമ്മളിത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടില്ല. ഈ സബ്നെറ്റ് 2 നമുക്ക് ആദ്യം കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് കിട്ടില്ല. പക്ഷെ നിങ്ങൾ റിയൽ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നീ ആലോചിച്ച് നോക്കിയേ, ഇവിടെ എൻ്റയർ വിനെറ്റിന് ശരിക്കും CADR എത്ര വരും? നമ്മൾ ഒന്ന് കണക്കൂട്ടി നോക്കിയേ, എങ്ങനെയാണ് വരിക അതിന്റെ CADR? അതായത് എൻ്റയർ 192.168.0.0 തുടങ്ങിയിട്ട് ഇങ്ങനെ പോവല്ലേ ചെയ്യാം? ഏതിലാണ് അവസാനിക്കുക? 192.168.0.255 അവസാനിക്കും. അങ്ങനെയാണ് നമുക്ക് 256 IP കിട്ടുന്നത്. അത് കറക്റ്റ് ആണ്, നമുക്കറിയാം. ഓക്കെ, പക്ഷെ നീ ഫസ്റ്റ് സബ്നെറ്റ് പറഞ്ഞതും കറക്റ്റ് ആണ്. 0.0/25 കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് ശരിക്കും കിട്ടുന്നത് തുടങ്ങിയിട്ട്? അതാണ് ചെറിയൊരു കൺഫ്യൂഷൻ. ഈ സബ്നെറ്റിങ്ങിൽ സാധാരണ എല്ലാവരും ഒരു കൺഫ്യൂഷൻ വരുന്ന ഏരിയ അവിടെ തന്നെയാണ്. ഓക്കെ, ഡോട്ട് എന്താ പറയാ 0.128 അല്ലേ? അപ്പൊ 127 അവസാനിച്ചു. മനസ്സിലായോ? 127 അവസാനിച്ചു. ഇതാണ് സബ്നെറ്റ് എക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എടുക്കേണ്ടത് 0 ഡോട്ടിലേക്ക് ഒന്നല്ല പോകേണ്ടത്. 192.168.128 മുതലാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ CADR ശരിക്കും 128/25 തന്നെ. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും കൂടി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് IP-ന്റെ CADR-ഉം ഈ കാൽക്കുലേഷൻ വരുന്നതൊക്കെ വളരെ ഈസി ആയിരിക്കും. ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ വിചാരിക്കരുത്. എന്ത് ഈസി ആയിട്ടുള്ള വാല്യൂ മാത്രമാണ് കിട്ടാന്ന് വിചാരിക്കരുത്. 1.0/25 2.0 അങ്ങനെ മാത്രമായിരിക്കില്ല വരും. ഇന്റേണൽ ഉള്ളിൽ നിന്ന് എന്ത് വരും? നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ CADR എടുക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ വരും. ഓക്കെ, ഇത് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ.
ഇവിടെ നമുക്ക് 0.0/25 കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ ഓൾറെഡി ആ വാല്യൂ യൂട്ടിലൈസ് ചെയ്തു. കാരണം ഇതെല്ലാം എടുക്കുന്നത് ഇവിടുന്നാണ്. എൻഡ് ഓഫ് ദ ഡേ ഒക്കെ എടുക്കുന്നത് ഇവിടുന്നാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി അടുത്ത പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ഐപിന്റെ ഒന്നും കൂടി മാറ്റി തരാം. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പം എനിക്ക് ഇതേ ഒരു സിനാരിയോ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് റിക്വയർമെന്റ് വന്നു. ഓക്കെ, നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ റിക്വയർമെന്റ് വന്നു. എനിക്ക് 100 IP റിക്വയർമെന്റ് ആണ് വന്നത്, വളരെ കുറവാണ് വന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ചെറിയ CADR ക്രിയേറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഒരു 192.168.1.0/25 പറഞ്ഞ എത്രയാണ്, 128 IP ആണ് ടോട്ടൽ. ഓക്കെ, ചെറിയ നെറ്റ്വർക്ക് ആണ്, ബേസിക്കലി ചെറിയ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, ഇതിനകത്ത് കിട്ടുന്നത് 128 IPs ആണ്. 128 IP ആണ് 100/25 ആകുമ്പോൾ വരുന്നത്. അപ്പൊ നിങ്ങളോട് പുള്ളിക്കാരൻ പറഞ്ഞു, മാനേജർ പറഞ്ഞു, എന്ത് പറഞ്ഞു, ഈ സബ്നെറ്റിനെ ഈ നെറ്റ്വർക്കിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു. 4 ആയിട്ട് ഇൻ ദ സെൻസ് 4 സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ചെറിയ 4 സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒന്നുകൂടെ ഓക്കെ, സബ്നെറ്റ് ആണ് കേട്ടോ, സബ്നെറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത് 4 എണ്ണം. ഒന്ന് ഇവിടെ നിങ്ങൾ ആലോചിച്ചോ, പറഞ്ഞോ, ആരാ തുടങ്ങിക്കോ, സ്റ്റാർട്ട് ചെയ്തോ. ഫസ്റ്റത്തെ CADR എന്താ വരിക, സബ്നെറ്റ് നമുക്ക് എന്ത് കൊടുക്കാം, ഒന്നുകൂടിയും പറഞ്ഞുതരാം. സബ്നെറ്റ് 1, ഇത് 2. ഓക്കെ, സബ്നെറ്റ് 2 ആലോചിച്ചോ. അപ്പോഴത്തേക്കും സബ്നെറ്റ് 3, സബ്നെറ്റ് 4. ഓക്കെ, നമ്മുടെ നെറ്റ്വർക്കിന്റെ സൈഡ് എത്രയേ ഉള്ളൂ, ആകെ ഇത്രയേ ഉള്ളൂ. 1.0/25 128 IP മാക്സിമം നമുക്ക് നെറ്റ്വർക്കിൽ കിട്ടുള്ളൂ. ഒരൊറ്റ പോയിന്റ് ഞാൻ ചോദിക്കട്ടെ, സബ്നെറ്റ് ആണോ വലുത്, നെറ്റ്വർക്ക് ആണോ വലുത്? നെറ്റ്വർക്ക് നമ്മൾ ആകെ എത്ര കൊടുത്തിരിക്കുന്നത്, CADR 128 IP. അപ്പൊ നമുക്ക് സബ്നെറ്റ് 1 എനിക്ക് ഈക്വലി 4 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടുക. 128നെ 4 ആയി ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും, ആദ്യം അങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുക. എത്ര കിട്ടും? 32 നിനക്ക് കിട്ടണമെങ്കിൽ, ഓരോ സബ്നെറ്റിലും 32 കിട്ടണമെങ്കിൽ നീ എത്ര CADR കൊടുക്കണം ഇവിടെ? അറ്റ്ലീസ്റ്റ് ആ സ്ലാഷ് വാല്യൂ നീ ആലോചിച്ചു എത്ര കിട്ടണം. കറക്റ്റ് 27. ഓക്കെ, 27 കറക്റ്റ് ആണ്. 27 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 32 - 27 എന്ന് പറഞ്ഞാൽ 5. 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 കറക്റ്റ് ആണ്. അപ്പൊ ബേസിക്കലി ഈ /27 തന്നെയാണോ എല്ലാത്തിലും കിട്ടുക? ഐ മീൻ അറ്റ്ലീസ്റ്റ് സ്ലാഷ് വാല്യൂ സെയിം തന്നെയല്ലേ നമുക്ക് കിട്ടുക. ഈക്വലി എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു സ്ലാഷ് വാല്യൂ കറക്റ്റ് തന്നെയായിരിക്കും. /27 എവിടെ വന്നാലും അതിന് എത്ര IP ആണ്, എവിടെ വന്നാലും /27 വന്നാൽ എത്രയാ, 32 IP ആണ് കിട്ടുക. 32 ആണ്. ഓക്കെ, അപ്പൊ നീ പറഞ്ഞ കറക്റ്റ് ആണ്. സബ്നെറ്റ് 1 ഇങ്ങനെ കൊടുത്താൽ മതി. ഇനി സബ്നെറ്റ് 2 നമുക്ക് എങ്ങനെ കൊടുക്കാം? /27 തന്നെയാണ്, പക്ഷെ ഇവിടെ എൻറ്റയർലി ഉള്ള CADR പറയുന്നത്. CADR എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ എൻറ്റയർലി ആണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം നമുക്ക് റിക്വയർമെന്റ് കിട്ടുന്നത് ചിലപ്പോൾ ടെക്നിക്കലി അറിയാത്ത ആൾക്കാരുടെ അടുത്തുനിന്നായിരിക്കാം. അവർ പറയും ഞങ്ങൾക്ക് 100 ഡിവൈസസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ 200 IP വേണം എന്നൊക്കെ പറഞ്ഞിട്ട് റിക്വയർമെന്റ് വരും. ഓക്കെ, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, നമുക്ക് എക്സാക്ട് ആ ഒരു റിക്വയർമെന്റ് വാല്യൂ നെറ്റ്വർക്ക്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ നിയർ ബൈ ആയിട്ടുള്ള ഒരു വാല്യൂ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 128 എടുക്കാൻ കാരണം. 100 എന്ന് പറഞ്ഞൊരു CADR എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, സ്ലാഷ് വാല്യൂയിലൂടെ കൊടുക്കാൻ പറ്റില്ല. /24 ആയി കഴിഞ്ഞാൽ 256 ആയി പോകും. /25 ആണെങ്കിൽ 128 ആണ്. /26 ആണെങ്കിൽ നേരെ അത് കുറഞ്ഞ് 64 ആയി പോകും. അപ്പൊ 64ന്റെ 128ന്റെ ഇടയിൽ എനിക്ക് ഒരു CADR എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായില്ലത്. നേരത്തെയൊക്കെ, അതായത് നമ്മൾ ഇതുവരെ വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്തപ്പോഴൊക്കെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. ഓക്കെ, വളരെ വലുതായിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. /16 ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. ഓക്കെ, അത്രയ്ക്ക് ആവശ്യമില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് ഇപ്പൊ നെറ്റ്വർക്കിങ്ങിനെ പറ്റി പഠിച്ചു, അതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് കൊണ്ടുവരാം. മനസ്സിലായില്ലേ? ഇപ്പൊ 100 എന്ന് പറഞ്ഞാൽ 128 എണ്ണത്തിന്റെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ഒക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അല്ലെ, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. മനസ്സിലായില്ല? അതിലും കുറച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സബ്നെറ്റ് 1.0/27 കൊടുത്തു. അപ്പൊ 1.1, 1.2 അങ്ങനെ പോയിട്ട് 1.31 വരെ എത്തും. പിന്നെ നമുക്ക് രണ്ടാമത്തെ സബ്നെറ്റ് എന്ത് കൊടുക്കാം? കറക്റ്റ് 1.32/27 തന്നെ, അത് തന്നെ. ഓക്കെ, അത്രേ ഉള്ളൂ. അതേപോലെ നെക്സ്റ്റ് എന്തായിരിക്കും വരിക? 63 ആയിരിക്കും. അതെ, 63/27. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ബേസിക്കലി എന്ത് വരുന്നത്, സബ്നെറ്റിംഗ് വരുന്നത്. ഇത് 192 ആണെന്ന് തോന്നുന്നു. ഓക്കെ, എക്സാക്ട് വാല്യൂ ഞാൻ ഓർക്കുന്നില്ല, അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഞാൻ കുറെ ടൂൾ കാണിച്ചു തരാം. ഒരു കാര്യം ചെയ്യാം, നമുക്കിത് ഇത് നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റും ഇതിന്റെ ഒരു കാൽക്കുലേഷൻ മെത്തേഡ് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് കുറെ ടൂൾ ഉണ്ട് ഓൺലൈൻ, കുറേ ടൂൾ ഉണ്ട്. ഓക്കെ, അവരെന്നെ എന്ത് ചെയ്തു തരും, ഈസിയാണ്. ഇത് നമ്മൾ വലിയ എന്താ പറയാ, എക്സാക്ട് വാല്യൂ അല്ലെങ്കിൽ എക്സാക്ട് നമ്മൾ കൺഫ്യൂഷൻ അടിക്കാതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ടൂളൊക്കെ അവൈലബിൾ ആണ്. അതായത് കുറേ ഇതൊക്കെ സബ്നെറ്റ് കാൽക്കുലേറ്റർ ടൂളാണ്.
മനസ്സിലായോ? സബ്നെറ്റ് കാൽക്കുലേറ്റർ റൂൾ ഇത് ഞാൻ നിങ്ങൾക്ക് ആദ്യം എന്തുകൊണ്ട് കാണിച്ചെന്നില്ല വെച്ചാൽ ഈവൻ ഞാനും ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ആയാലും നമ്മൾ യൂസ് ചെയ്യും. എന്തുകൊണ്ട് ആദ്യം കാണിച്ചെന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം അത് കാണിച്ചെന്നാൽ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നുള്ള മനസ്സിലൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നീട് നമുക്കിപ്പോൾ നമുക്ക് എല്ലാവർക്കും മാത്സ് അറിയാം. പക്ഷെ നിങ്ങളോട് ഞാനിപ്പോൾ വലിയൊരു സംഖ്യ കൂട്ടാനോ കുറയ്ക്കാനോ പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിയുമോ? പെട്ടെന്ന് കഴിയുമോ? കഴിയില്ല. അപ്പം നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യും. സെയിം സംഭവം തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളോട് ചോദിക്കും എന്താണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന നെറ്റ്വർക്കിന്റെ സൈഡർ. അപ്പോൾ ഞാൻ നേരത്തെ നമ്മളിപ്പം പ്ലാൻ ചെയ്ത പോലെ എന്ത് കൊടുത്തു? ഏതായാലും നമ്മൾ പ്ലാൻ ചെയ്തത് /25. ഓക്കെ, 1./25 കൊടുത്തു. സോറി 194 അല്ല, വെറും അത് കേട്ടോ, സോറി വെറും 90 ഇതായിരിക്കും വരാം. കറക്റ്റ് 194 അല്ല, 192 168 1.93 ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കണക്ക് കൂട്ടാം. ഓക്കെ, ഇതിലിപ്പം കാണിക്കുന്നത് ഈ ഒരു ഇതിനെ ഇത്രയും റേഞ്ചസ് ആയിട്ട് പോകുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് വീണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനാദ്യം /27 ഇട്ട് കൊടുത്താൽ എന്താ കാണിക്കുന്നത്? 1.0/27 ഫസ്റ്റ് സബ്നെറ്റ്. ഓക്കെ, എത്രയിൽ അവസാനിച്ചു? 31 അവസാനിച്ചു. ഇനി ഇവിടെ കൊടുക്കേണ്ടത് 32. അപ്പോൾ അടുത്ത് നമുക്ക് റേഞ്ച് കിട്ടി. 32 ആകുമ്പോൾ 32 മുതൽ 63 വരെ. അപ്പോൾ ഇവിടെ ശരിക്കും 64 ആണ് വേണ്ടത് കേട്ടോ. നമ്മൾ കൊടുത്ത് തെറ്റിയിട്ടുണ്ട്. ഇവിടെ 64 ആണ് വേണ്ടത്. മനസ്സിലായി? ആ ഒരു സിംഗിൾ IP എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആണ് ലാസ്റ്റ് വരുന്നത്. ഓക്കെ, ചെറിയ ചെറിയ സബ്നെറ്റിങ്ങിലാണ് ഇത് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരും. അപ്പം ഒരിക്കലും നമ്മൾ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യരുത്? ഗസ് ചെയ്തിട്ട് വൈൽഡ് ഗസ് ചെയ്തിട്ട് കൊടുക്കരുത്. ഇതന്നെ പോലെ എന്തെങ്കിലും ടൂളൊക്കെ എന്തെങ്കിലും യൂസ് ചെയ്യുക. ഇനി 64.27. ഓക്കെ, അപ്പം 64 മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കണേ. കാൽക്കുലേറ്റ് എന്ത് ചെയ്തു? 64 മുതൽ 195 ഇവിടെ സോറി ഇവിടെ 96 ആണ് വരിക. 6. ഓക്കെ, ഇത് ചെറിയ സബ്നെറ്റ് എടുത്ത് പർപ്പസ്ഫുള്ളി ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണ്. കാരണം ഇങ്ങനെയും സബ്നെറ്റിങ് ചില സിനാരിയോയിലൊക്കെ ചെയ്യും. ചെറിയ നെറ്റ്വർക്ക് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയും നമ്മൾ എന്ത് ചെയ്യും? സബ്നെറ്റിങ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നേരെ പോർട്ടലിലേക്ക് വരികയാണ്. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക. 192.168 1.0 എത്ര കൊടുക്കാം? സോറി 1.0 വേണ്ട, 0.0 0.0/22 കൊടുക്കാം. ഓക്കെ, 22 എന്ന് പറഞ്ഞാൽ എത്ര IP ഉണ്ടാവും? 56 500 1024. ഓക്കെ, 1024 IP ഉണ്ടാവും. ഈ വാല്യൂ കുറയുന്നതോറും IP കൂടുകയാണ് ചെയ്യുക. അങ്ങനെയുള്ളതൊക്കെ മനസ്സിലേക്ക് വെക്കുക. ഓക്കെ, കുറെ പോയിന്റ് ഇനിയും പറയാനുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് അഷൂറിൽ പോയിട്ട് പറയാം. പ്യൂർ നെറ്റ്വർക്കിങ്ങിന്റെ കോൺസെപ്റ്റ് അവിടെ നിൽക്കട്ടെ. തൽക്കാലം നമുക്ക് അഷൂറിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ നെറ്റ്വർക്കിനെ ഇനീഷ്യലി ഞാൻ 2 ആക്കുന്നുള്ളൂ. ഓക്കെ, 2 ആക്കുന്നുള്ളൂ. പക്ഷേ ഈക്വലി ഒന്നും അല്ല കേട്ടോ. അതായത് വേറെ വേറെ വാല്യൂലാണ് ഞാൻ കൊടുക്കുന്നത്. എനിക്ക് കിട്ടിയിരിക്കുന്ന റിക്വയർമെന്റ് അങ്ങനെയാണ്. ഓക്കെ, ഇനീഷ്യലി ഞാൻ ആകെ 2 സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ 1 2. ഓക്കെ, 2 ഒരു ഫോർ എക്സാമ്പിൾ ഇതിന്റെ എത്ര ഇപ്പം കൊടുത്തത് 100. അപ്പം ഒരു ഓക്കെ 1.0 256 വെച്ച് 2 കൊടുത്തു. ഓക്കെ, ഫോർ എക്സാമ്പിൾ സബ്നെറ്റ് 1 അതേപോലെ സബ്നെറ്റ് 2. ഓക്കെ, 2 സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഇതിന് ശരിക്കും ഈക്വലി ആയിട്ട് ഒരു 192 168 1.0/24. ഓക്കെ, 24 പറഞ്ഞാൽ എത്ര? 256 IP. ഓക്കെ, അതേപോലെ ഇവിടെ 2.0/24. ഓക്കെ, 255 ഇവിടെ യൂസ് ചെയ്തു, 255 ഇവിടെ യൂസ് ചെയ്തു. സ്റ്റിൽ വി ഹാവ് 500 സംതിങ് IP. ഓക്കെ, അപ്പോൾ ഞാൻ വേഗം പോയി നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാം. നെറ്റ്വർക്ക് അവിടെ അതിൻ്റെ വാല്യൂ കൂടെ ഇവിടെ കൊടുത്തേക്കാം. 192 168 0.0/22. ഓക്കെ ഓക്കെ, അപ്പോൾ നേരെ ഞാൻ നെറ്റ്വർക്ക് ആദ്യം നമ്മളിപ്പോൾ നെറ്റ്വർക്കിനെ പറ്റിയൊക്കെ മനസ്സിലാക്കി. ഇനി നമ്മൾ വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടി എന്ത് ചെയ്യണം? നിർത്തണം. നമ്മൾ മാനുവലി പോയിട്ട് എന്ത് ചെയ്യണം? നെറ്റ്വർക്കൊക്കെ ആദ്യം പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. സെപ്പറേറ്റ്ലി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ NSG ഒക്കെ ചെയ്ത പോലെ സെപ്പറേറ്റ്ലി നമ്മൾ ഇനി ഇതിനെ പറ്റി മനസ്സിലാക്കിയതിനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വെർച്വൽ നെറ്റ്വർക്കിൽ വന്നു, ക്രിയേറ്റ് കൊടുത്തു. ഓക്കെ, ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തൊരു റിസോഴ്സ് അഷൂറിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ സബ്സ്ക്രിപ്ഷൻ ഈ സാധനങ്ങളൊക്കെ മാൻഡേറ്ററി ആണ് എന്തിനും നെറ്റ്വർക്കിനും. ഓക്കെ, അപ്പോൾ ഞാനൊരു റിസോഴ്സ് ഗ്രൂപ്പ് കൊടുത്തു RG1. അത് ക്രിയേറ്റ് ആവും പുതിയത്. ഓക്കെ, ബ്രാക്കറ്റിൽ ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു വിൻഡോയിൽ ബ്രാക്കറ്റിൽ ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ ഒരു പ്രോസസ്സിന്റെ നമ്മളിപ്പോൾ ഇതിൽ സ്റ്റെപ്പിൽ പ്രോസസ്സിൽ നെക്സ്റ്റ് അടിച്ച് ക്രിയേറ്റ് അടിക്കുമ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നതിന് കൂടെ ഇയാളും കൂടെ ക്രിയേറ്റ് ആവും. അതായത് ഇത് ക്രിയേറ്റഡ് അല്ല ഇപ്പം കറന്റ്. ഓക്കെ, ഈ വിൻഡോയിൽ നമുക്ക് ഒരു ഓപ്ഷൻ തന്നാണ് അവർ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഈസ്റ്റ് യൂസ് വെർച്വൽ നെറ്റ്വർക്ക് ഒരു റീജിയണൽ സർവീസ് ആണ്. ആ റീജിയണിൽ മാത്രമേ വേറെ എന്തെങ്കിലും റിസോഴ്സ് നിങ്ങൾക്ക് പുട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു വെർച്വൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു വിനെറ്റ് 1 ഈസ്റ്റ് യുഎസിൽ. ഓക്കെ, പിന്നീട് നിങ്ങൾ ഒരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ വെർച്വൽ മെഷീൻ നിങ്ങൾക്ക് ഈ നെറ്റ്വർക്കിലാണ് പ്ലേസ് ചെയ്യേണ്ടതെങ്കിൽ ആ വെർച്വൽ മെഷീൻ ഏത് റീജിയണിലായിരിക്കണം? ഈസ്റ്റ് യുഎസ് തന്നെ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, ഇവിടെ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ട സ്ഥലമാണ് എന്ത്? അഡ്രസ് സ്പേസ് അല്ലെങ്കിൽ CIDR അതിന്റെ ഏരിയ ആണ്. നമ്മുടെ പ്ലാൻ എന്തായിരുന്നു? എന്ത് റേഞ്ച് കൊടുക്കാനായിരുന്നു? 192.168.0.0/22. ഓക്കെ, അപ്പോൾ ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് 192.168.0.0/22 കൊടുത്തു. ഓക്കെ, നമ്മൾ കണക്കൂട്ടി പോലെ തന്നെ 1024 IP. ഓക്കെ, ഇവർ ഓട്ടോമാറ്റിക് നമുക്ക് കാണിച്ചു തരും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മൾ കൊടുത്ത വാല്യൂ, പക്ഷെ നമ്മൾ ഇതിനെ പറ്റി മനസ്സിലാക്കാതെ ഇതിലേക്ക് വന്ന് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചത്. ഓക്കെ, അതേപോലെ അഷ്യൂറിൽ വെർച്വൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മിനിമം ഒരു സബ്നെറ്റ് മാൻഡേറ്ററി ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ബൈ ഡിഫോൾട്ട് ഒരു ഡിഫോൾട്ട് സബ്നെറ്റ് എന്ന പേര് കൊടുക്കുക. പക്ഷേ നമ്മുടെ പ്ലാൻ അനുസരിച്ച് എന്തായിരുന്നു വേണ്ടത്? സബ്നെറ്റ് 1 ആൻഡ് സബ്നെറ്റ് 2. അപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്തിട്ട് ഇതിനെന്ത് പേര് കൊടുത്തു? സബ്നെറ്റ് 1 എന്ന് പേര് കൊടുത്തു. ഓക്കെ, അതേപോലെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഇതാണ് മെയിൻ അഡ്രസ് റേഞ്ച് കാണിക്കുകയാണ്. നമ്മുടെ സബ്നെറ്റിന്റെ റേഞ്ച് കൊടുക്കേണ്ടത് ഇവിടെയാണ്. നമ്മുടെ പ്ലാൻ അനുസരിച്ച് 192.168.1.0/24 നമ്മൾ പ്ലാൻ ചെയ്ത് /24 256 കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ, സേവ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഓടിച്ച് ക്രിയേറ്റ് ചെയ്യാണ്. കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ടാമത് വേണമെങ്കിൽ ഒരു സബ്നെറ്റ് നമുക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് പിന്നീടും ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ മാൻഡേറ്ററി ആയിട്ട് മിനിമം ഒരു സബ്നെറ്റെങ്കിലും നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേണം, മാൻഡേറ്ററി ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം സബ്നെറ്റ് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിൽ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, നെറ്റ്വർക്കിംഗ് തീരെ ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ആദ്യം ഒരു ഇനീഷ്യലി ഒരു ഇതായി തോന്നും. പക്ഷേ ക്ലൗഡിലൊക്കെ ബേസിക്കലി സിമ്പിൾ ആണ്. നിങ്ങൾ ഇപ്പം ഞാൻ അത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചത് ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ ധാരാളം. അത് മതി നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് സർവേ ചെയ്യാൻ അഷ്യൂർ ക്ലൗഡിൽ. പിന്നെ എന്തെങ്കിലും അഡ്വാൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും നെറ്റ്വർക്കിംഗ് ടീം തന്നെ ഉണ്ടാവും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ അങ്ങനത്തെ സിനാരിയോസിലൊക്കെ. പക്ഷേ ഈ ഒരു ബേസിക് കാര്യങ്ങൾ മാൻഡേറ്ററി ആയിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ക്ലൗഡിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ക്ലൗഡ് ഡിപ്പാർട്ട്മെന്റിലത്തെ ടീം തന്നെയായിരിക്കും. അപ്പം അവർക്ക് നെറ്റ്വർക്കിങ്ങിന് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നെറ്റ്വർക്കിംഗ് ടീം വരില്ല. അപ്പം വിനെറ്റ് ക്രിയേറ്റ് ചെയ്യുക, സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി തന്നെയായിരിക്കും ഇപ്പം ഗോയിങ് ഫോർവേഡ്. ഓക്കെ, പണ്ടൊക്കെ നമ്മൾ ഓൺ പ്രമിസിലൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ അവരുണ്ടായിരുന്നു. പക്ഷേ ക്ലൗഡിലേക്ക് മാറിയതിൻ്റെ ശേഷം ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ വെർച്വൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു. അതാണ് ഈ വിനെറ്റ്. ഓക്കെ, ഈ റിസോഴ്സ് ഗ്രൂപ്പിൽ പ്ലേസ് ചെയ്തു. ഇതാണ് നമ്മുടെ CIDR അല്ലെങ്കിൽ അഡ്രസ് സ്പേസ്. ഓക്കെ, അഡ്രസ് സ്പേസ് CIDR ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. പേര് കേട്ടിട്ട് കൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട. ഇതാണ് ഇതിന്റെ. ഓക്കെ, അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വിനെറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ അഡ്രസ് സ്പേസ് ഇത് തന്നെയാണ് അതിന്റെ CIDR. ഓക്കെ, /22 ഇതാണ് അതിന്റെ CIDR. ഓക്കെ, സബ്നെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സബ്നെറ്റ് ആണ്, സബ്നെറ്റ് 1. അതിനകത്ത് ഇതാണ് നമ്മൾ CIDR കൊടുത്തതൊക്കെ. ഓക്കെ, അപ്പം പ്ലാൻ അനുസരിച്ച് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? രണ്ടാമത്തെ ഒരു സബ്നെറ്റും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇനീഷ്യലി ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മറന്നുപോയി. അപ്പോൾ രണ്ടാമത് ഞാൻ ഉള്ളിൽ വന്നിട്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ അങ്ങനെ വെച്ചത്. രണ്ടാമത് ഇവിടെ വന്നിട്ട് വിനെറ്റിൽ വരിക, സബ്നെറ്റിൽ വരിക, ക്രിയേറ്റ് സബ്നെറ്റ്. ഓക്കെ, നേരത്തെ നമ്മളത് കണ്ട സെയിം വിൻഡോ തന്നെയാണത്. സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കണ്ട അതേ വിൻഡോ തന്നെയാണ്. ഇപ്പം എന്ത് കൊടുക്കുക? ഇവിടെ ഇപ്പം 192.168.1.0/24 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? എന്താ എറർ പറയണത്? സെയിം CIDR ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അതുകൊണ്ടാണ് എറർ വന്നത്, വേറെ ഒന്നല്ല. ഓവർലാപ്പ് എന്നുള്ളൊരു വേർഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ 1.0 എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ നേരെ വന്ന എന്താണ് എറർ? അഡ്രസ് പ്രിഫിക്സ് 1.0/24 ഓവർലാപ്സ് വിത്ത് ദ ഫോളോയിങ് അതർ സബ്നെറ്റ്. അതായത് സബ്നെറ്റ് 1 ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സൈഡർ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ യൂസ് ചെയ്യാത്തൊരു സൈഡർ ഉണ്ട് 0.0, അത് യൂസ് ചെയ്തു. ആഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു വിത്ത് /22. പിന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് തൽക്കാലം രണ്ടെണ്ണമാക്കി സ്പ്ലിറ്റ് ചെയ്തു. 1.0/24 0.0/24 വെച്ച് ക്രിയേറ്റ് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോട്, എനിക്ക് ഈ നെറ്റ്വർക്കിനെ ഇനിയും സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഇതിനകത്ത്? ഞാനിപ്പോൾ എത്ര സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്തു? ഈ വിനെറ്റിൽ 2 ക്രിയേറ്റ് ചെയ്തു. നെറ്റ്വർക്കിന്റെ മെയിൻ വെർച്വൽ നെറ്റ്വർക്കിന്റെ CIDR ഏതാണ്? മേലെ ഇരിക്കുന്ന CIDR ആണ് അല്ലേ? 2 ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി എനിക്ക് സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ഇതിനകത്ത്? ഇനിയും 500 ബാക്കിയുണ്ട്. ഇതിൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണുള്ളത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള 3.0 വെച്ച് ചെയ്യാം. നമ്മൾ ഇവിടെ കൊടുത്തത് 0.0 ആണ്. ഞാനത് മാറിപ്പോയി കൊടുത്തത്.
ബേസിക്കലി നമുക്ക് ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. മേലെ ഇരിക്കുന്നത് /22 ആണ്. /22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1024 ഇപ്പൊ 2 സബ്നെറ്റിൽ ആകെ യൂസ് ചെയ്തിരിക്കുന്നത്. കോംപ്ലിക്കേറ്റഡ് ഒന്നും ആവണ്ട. ആകെ യൂസ് ചെയ്തിരിക്കുന്നത് 512 ഉള്ളൂ. സ്റ്റിൽ 512 എണ്ണം ബാക്കിയുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള CADR കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അത് സബ്നെറ്റ് നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ച് വലുതോ ചെറുതോ ആക്കാം. നോ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരൊറ്റ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ തേർഡ് സബ്നെറ്റ് നിങ്ങൾക്ക് ഒരൊറ്റ സബ്നെറ്റ് യൂസ് ചെയ്തിട്ട് എൻറ്റയർലി /23 കൊടുക്കാം. /23 എത്ര വരുന്നത്? 512 ആണ്. ഓക്കെ, അത് കിട്ടും, അത് ചെയ്യാൻ പറ്റും. എൻഡ് ഓഫ് ദ ഡേ ഇത് ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമാണ്. പക്ഷെ ആ കൊടുക്കുന്ന വാല്യൂ ഒരു CADR രൂപത്തിൽ കൊടുക്കുന്നതുകൊണ്ട് കൊണ്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് സിമ്പിൾ ആയിട്ട് കാൽക്കുലേഷൻ ചോദിക്കുകയാണ്. ഇവിടെ 1024 ടോട്ടൽ ഉണ്ട്. അതായത് 1024 മാംഗോസോ അല്ലെങ്കിൽ വട്ടവർ ഉണ്ട്. അതിനകത്ത് ഈ സബ്നെറ്റ് 256 മാംഗോ യൂസ് ചെയ്തു, ഇവിടെ 256 മാംഗോ യൂസ് ചെയ്തു. സ്റ്റിൽ വി ഹാവ് 512 അല്ലേ? പിന്നെ ഉണ്ട് 512 മാംഗോസ്. അത് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് വേറെ ആൾക്കാർക്ക് കൊടുക്കാം. അത്രയേ ഉള്ളൂ ബേസിക്കലി നടക്കുന്നത് ഇവിടെ. ഓക്കെ, ഈ ഒരു റൗണ്ട് ചെയ്തിരിക്കുന്ന സംഭവം മനസ്സിലാക്കുക. ഇത് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇതിന്റെ എത്ര IP ഉണ്ട്, അതേ കൂടാണ്ട് അതിന്റെ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് റേഞ്ചും കൂടി മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, എൻഡ് ഓഫ് ദി ഡേ ഇതിനൊരു വാല്യൂ ഉണ്ട്. ഇതിനകത്തൊരു സംഭവം റെപ്രസെന്റ് ചെയ്യാണ്. അതാണ് CADR. ഓക്കെ ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സബ്നെറ്റ് 1 2 ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ പോയിട്ട് ഒരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ എന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സബ്നെറ്റിൽ ഞാൻ എന്ത് ചെയ്യും? ഫസ്റ്റ് സബ്നെറ്റിൽ ഇവിടെ VM1 ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, VM1 ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അതേപോലെ ഇതൊക്കെ റിക്വയർമെന്റ് ഇങ്ങനെയൊക്കെ പല റിക്വയർമെന്റും വരും. സബ്നെറ്റ് 2 VM2 ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ,